നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളത്തെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് നിഫ്റ്റി 50 110 പോയിന്റ് കൂടി എവിടെയോ മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി 325 പോയിന്റ് അപ്പ് ഓൾ ടൈം ഹൈ. അതായത് ഓൾ ടൈം ഹൈയിൽ 52 വീക്ക് ഹൈ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വർണം വന്നിട്ട് ഒരു 25 രൂപ കുറഞ്ഞ് 8,955 ഇരിക്കുന്നു. കാർഡ് ഹൈ എന്ന് പറയണം. ഇതൊക്കെ വന്നിട്ട് മൽഹോത്ര സാറിന് വളരെ നന്ദി എന്ന് നമുക്ക് പറയാം. നമ്മൾ എവിടൊക്കെ കൈ വച്ചിട്ടുണ്ട് അതൊക്കെ സൂപ്പറായിട്ട് കയറിയിട്ടുണ്ട്. IDFC ബാങ്ക് 73 രൂപ, ഇൻഡസ്ഇൻഡ് ബാങ്ക് 845 രൂപ. ഈ ഫൈറ്റ് 850 തൊട്ടിട്ടാണ് താഴെ ഇറങ്ങിയിരിക്കുന്നത്. എന്ത് ചെയ്യാൻ? ഫെഡറൽ ബാങ്ക് 108, കർണാടക ബാങ്ക് 203, മണപ്പുറം 30.256. ഇതിൽ ആൾക്കാർ 120 130 വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഓടാം. ഇത് വളരെ നല്ല കമ്പനിയാണ്, വളരെ നല്ല ന്യൂസാണ്. അമേരിക്കയിൽ 1,36,000 ജോബ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഫെഡറൽ ഗവൺമെന്റ് 22,000 പേരിന് ഗൾദ കൊടുത്തതിന് ശേഷമാണ് ഇത് നടന്നിരിക്കുന്നു. ടോട്ടലായിട്ട് 60,000 പേരിന് ഗൾദ കൊടുത്തിരിക്കുന്നു ഫെഡറൽ ഗവൺമെന്റ്. ഇത് കാരണം അമേരിക്ക ഹോട്ട് എന്ന് പറയുന്നു. ഇത് യഥാർത്ഥമായിട്ടുള്ള പ്രോബ്ലം നവംബറിന്റെ മുകളിൽ തന്നെ അറിയാൻ പറ്റും. വെനസ്ഡേ ഇൻഫ്ലേഷൻ വരും. S&P 500 3 വീക്ക് ഹൈയിലിരിക്കുന്നു, മന്ത് ഹൈയിലിരിക്കുന്നു. ഈ 2 വീക്ക് ഹൈ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഡോളറിന് നൈറ്റ് വീഴുന്നത് പോലെയാണ് തോന്നുന്നു. ഇത് കാരണം നൈറ്റ് ഗോൾഡ് കയറാൻ ചാൻസും ഇരിക്കുന്നു. ഇനിയൊരു സൈഡിൽ നോക്കുമ്പോൾ അമേരിക്കയും ചൈനയും സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. അമേരിക്കയും ചൈനയും സംസാരിച്ചതിൽ ലണ്ടനിൽ ഒരു ക്ലത്തിൽ സംസാരിക്കാനും അതിനിടയിൽ ഒരു കൂട്ടമും കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ട് റയർ മെറ്റൽസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കും എന്ന് അവർ വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൂട്ടം കൂട്ടിയതിൽ ഒന്നുമല്ല, റിസൾട്ട് എന്താകുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് നോക്കാം. ടാറ്റ വന്നിട്ട് ഇലക്ട്രിക് കാർ കെട്ടാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലാണ് 50 മില്യൺ ടൺസ് ഓഫ് കാർബൺ എമിഷൻ അത് കട്ട് ചെയ്യും. അതിന് 500 മില്യൺ വന്നിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നു. അതിന്റെ ബാലൻസ് വരുന്ന കാശിന് ഇവർ കടം വാങ്ങണം. ഇത് മാത്രമല്ലാതെ റീസൈക്കിൾ സ്ക്രാപ്പിന് വെച്ചാണ് അവർ ചെയ്യാൻ പോണത്. 2027 ഇത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാശ് എവിടെ നിന്ന് വരാൻ പോകുന്നു എന്നതാണ് പ്രോബ്ലം. മേ ബി അവർ കടം വാങ്ങിക്കാനും ചാൻസ് ഇരിക്കുന്നു. ഇലാഞ്ചൽ ഇസ്പാത്ത് ഇഗം എന്ന് പറഞ്ഞ ഒന്ന് വിലയ്ക്ക് വാങ്ങിയല്ലേ, അത് വന്നിട്ട് ക്യാഷ് പോസിറ്റീവ് ആയിരിക്കുന്നു. ടാറ്റ സ്റ്റീൽ ഈ സമയം കൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കാരണം ഇന്നും കാശിനെ ടേക്ക് ഔട്ട് ചെയ്ത് ഇന്നും കോസ്റ്റിനെ കുറയ്ക്കും എന്ന് പറയുന്നു. മുത്തൂറ്റ് ഫിനാൻസ് മണപ്പുറവും ഈ രണ്ടും റാലി ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മുത്തൂറ്റ് ഇനിയും നല്ല റാലി ആകും അങ്ങനെ പറയുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചാൽ വെയിൻ കാശിനെ ഇട്ടതിന് ശേഷം അപ്പുറവും ഇന്നും ഫാസ്റ്റാ പോകും. ഇത് കാരണം നമ്മൾ ഓവറോളായിട്ട് നോക്കുമ്പോൾ രണ്ടിനും നല്ലതാണ്. സോ മണപ്പുറത്തിൻ്റെ ലോൺസ് വന്നിട്ട് മുക്കാൽ വാശി 2.5 ലാക്സിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അക്യൂർ ഇൻട്രസ്റ്റിനെയും ചേർത്ത് 85% കൊടുക്കാമെന്ന് പറയുന്നു. അനലിസ്റ്റ് എന്ത് പറയണമെന്ന് വെച്ചാൽ 36 crores ആപ്പ് ആകും എന്ന് വെച്ചാൽ ബെയിൻ ക്യാപിറ്റൽ ഓപ്പൺ ഓഫർ എന്ന്. ഇത് 236 ക്രോസ് ചെയ്ത് പോകുന്ന കാരണത്താൽ ഓപ്പൺ ഓഫർ ഒന്നും ആരും കൊടുക്കത്തില്ല. മണപ്പുറം 200 താഴെ പോയാൽ കൺസിഡർ ചെയ്യും. ഈ സമയം കൊണ്ട് നിങ്ങൾ റിലാക്സ് ആൻഡ് എൻജോയ് ദി ഓഫർ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റോക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കയറിക്കൊണ്ട് പോകുന്നു. RBN ഒക്കെ ഇവരൊക്കെ ഫിനാൻസിങ് സ്റ്റോക്ക് ഒന്നുമില്ല. സെവറൽ ടൈംസ് ബുക്ക് വാല്യൂകൾ ഹൈ പ്രൈസ് ഏർണിങ്സ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആര് വാങ്ങിയിരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ബഡ്ജറ്റിൽ ഇത്രയും വന്ന് പർച്ചേസ് ചെയ്യാൻ ഒന്നും ഓർഡേഴ്സ് കൊടുത്തില്ല. റിയാലിറ്റി ഫണ്ടമെൻ്റൽസ് ഇരിക്കും. ആക്ച്വൽ വാല്യുവേഷനും ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നു. പബ്ലിക് സെക്ടർ സ്റ്റോക്സിന് നിങ്ങൾ വാങ്ങിയെങ്കിൽ നിങ്ങൾ പറ്റിക്കാൻ പെടുമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് PSU ബാങ്ക്സ്, PSU സ്റ്റോക്ക്, RVN, ഇർക്കോൺ ഇതുപോലെ ഇരിക്കുന്നതാണ് വാങ്ങി. മാർക്കറ്റിന് ഒരു ലെവലിൻ്റെ മുകളിൽ കയറ്റിയിരിക്കുന്നു. മാർക്കറ്റിന് നല്ലതല്ല. ലീലാവതി ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഹോസ്പിറ്റലാണ്, ബോംബെയിലാണ് നടക്കുന്നത്. അവരെന്ത് പറയണമെന്ന് വെച്ചാൽ ശശിധരു ജഗന്നാഥൻ വന്നിട്ട് ഒരു 4 കോടി തൂക്കിയായിരുന്നു. അതും ട്രസ്റ്റിലിരുന്ന് അതിൻ്റെ മുകളിൽ കേസും FIR ഒക്കെ ഇട്ടിരിക്കുന്നു. HDFC ബാങ്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ റൂളിംഗ് ഫ്രം മെഹ്ത ഫാമിലി 65 കോടിയുടെ മുകളിൽ ഇരിക്കുന്നു. അതിനെ ഞങ്ങൾ പൊസഷൻ എടുക്കാൻ ട്രൈ ചെയ്യുന്നു. അത് ചെയ്യുന്ന സമയത്തിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. എനിവേ 2 സൈഡും കോർട്ട് കേസിന്ന് പോയി എന്താകുന്നു എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എനിവേ ഇത് കാരണം HDFCയുടെ ഓപ്പറേഷനിൽ വലുതായിട്ട് ഡിഫറൻസ് ഒന്നും വരത്തില്ല. മഹീന്ദ്ര മേ പെർഫോമൻസ് വളരെ സ്ട്രോങ്. ഇവയിൽ ഞങ്ങൾ ബ്രേക്ക് ത്രൂ ചെയ്തായിരുന്നു. ഇന്ത്യൻ ഓട്ടോ മാർക്കറ്റിനെ റീഡിഫൈൻ ചെയ്യും അങ്ങനെ എന്ന് പറഞ്ഞു. പോയ ആഴ്ചയിൽ ശൈലേഷ് ചന്ദ്ര സംസാരിച്ചിട്ടായിരുന്നു. അയാൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വോളിയം തന്നെ ഇമ്പോർട്ടൻറ്റ്, റവന്യൂ ഇമ്പോർട്ടൻ്റ് എങ്കിൽ എൻട്രി ലെവലിൽ 2 ഇലക്ട്രിക് കാർ ഇറക്കാൻ പോകുന്നു. MG ഇത് കൺട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിഡ് ലെവലിൽ 2 കാറ്,
ഹൈ എൻഡിൽ 2 കാറ്. ഹാരിയറിന്റെ മോളിൽ ഒരു കാർ കൊണ്ടുവരണമെന്നാലും കൊണ്ടുവരും എന്ന് പറഞ്ഞിരിക്കുന്നു. ശൈലേഷ് ചന്ദ്ര എന്ത് പറയുന്നു വെച്ചാൽ, ഞങ്ങളുടെ അടുത്ത് ഇനിയൊരു കാര്യം കൂടെ വന്നിരിക്കുന്നു. ഇസ്റ്റ് തന്നെ വലിയ പ്രോബ്ലം എന്ന് ഞങ്ങൾക്കറിയാം. ഈ വർഷം மட்டுം ഞങ്ങൾ 1300 സർവീസ് സെന്റർ തുറന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒരുപാട് സർവീസ് സെന്റർ തുറക്കും. ദെൻ ഈ സർവീസ് പ്രോബ്ലം ഒക്കെ നല്ലോണം ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. അല്ല, മാർക്കറ്റ് ഷെയറിനെ ഹുണ്ടൈ, മഹേന്ദ്ര, എംജി തന്നെ എടുക്കുന്നു എന്ന് അക്നോളജ് ചെയ്തു. ഇപ്പം ഞങ്ങളെ മാർക്കറ്റ് ഷെയർ വന്നിട്ട് 55%. ഈ 55% ഞങ്ങൾ 50% വച്ചിരിക്കും. അങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങൾക്ക് വോളിയം തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയായിരുന്നു. പിന്നെ JLRൽ വന്നിട്ട് ഞങ്ങൾ 10 ക്വാർട്ടർ പ്രോഫിറ്റ് ചെയ്ത് ക്യാഷ് ഫ്ലോയെ പോസിറ്റീവ് ആക്കി. പക്ഷേ ചൈനയിൽ ഞങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഇരിക്കുന്നു. അങ്ങനെന്ന് പറഞ്ഞിരിക്കുന്നു. സോ ടാറ്റ എന്ത് പറയണമെന്ന് വെച്ചാൽ, ഞങ്ങൾ റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു. തോട്ട് പ്രൈസ് മിഡ് സെഗ്മെൻറ്റിൽ 400 500 കിലോമീറ്റർ കാർ പോകും. ഇത് കാരണം ചാർജിങ് ഡിപ്പെൻഡൻസിയും പോകും. പ്രീമിയം സെഗ്മെൻറ്റിൽ ഞങ്ങൾ വന്നിട്ട് ICE കാറിനെക്കാട്ടിലും ചീപ്പായിരിക്കും എന്നെ പറഞ്ഞു. ഹാരിയർ വന്നിട്ട് ആദ്യത്തെ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിളായിരിക്കും. ഇത് കാരണം അത് സൈബർ സെക്യൂരിറ്റി ടെസ്റ്റൊക്കെ പാസ് ചെയ്തായിരുന്നു. ഓവറോളായിട്ട് മാർക്കറ്റിനെ നോക്കുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇരിക്കും എന്നത് നമുക്ക് വ്യക്തമായി. ഇതേ സമയം ഓല സോലാൻ്റെ ഓണർ എന്നിട്ട് ഷെയറിനൊക്കെ കടം വെച്ച് ലോൺ വാങ്ങി ഗ്രുത്തും എന്ന കമ്പനിയെ നോക്കിക്കൊണ്ടിരുന്നു. ഗ്രുത്തും എന്ന കമ്പനിക്ക് ആരൊക്കെ കടം കൊടുത്തോ അവർ ഭാവേഷ് അഗർവാളിനും പോയ മാസം 20 കോടി ഉടനെ ടോപ്പപ്പ് ചെയ്യാൻ പറഞ്ഞപ്പം ആ 20 കോടിനെ പെട്ടെന്ന് ടോപ്പപ്പ് ചെയ്തായിരുന്നു. ഇത് കാരണം ഓല എന്താക്കുന്നു അറിയാൻ പറ്റുന്നില്ല. റിതേഷ് അഗർവാൾ എന്ന് ഒരാളിരിക്കുന്നു. അവരെന്ത് പറയണമെന്ന് വെച്ചാൽ, ഓയോയുടെ പേര് വന്നിട്ട് റിപ്പയർ ആയിരുന്നു. ഇത് കാരണം ഇതിനൊരു പുതിയ പേര് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. കറക്റ്റ് ഐഡൻറ്റിറ്റി അനൗൺസ് ചെയ്യുന്നവർക്ക് 3 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ബേസിക്കലി ബിസിനസ്സേ ഇല്ല. എല്ലാത്തിനും എങ്ങനെയെങ്കിലും പറ്റിച്ച് ആരെങ്കിലും തലയിൽ കെട്ടാമെന്നാണ് നോക്കുന്നു. ഇന്ന് ജനങ്ങൾ വന്നിട്ട് ഏമാന്ന് പോകുമോ ഇല്ലയോ എന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ശേഷം ഇന്ന് ഡോക്ടർ റെഡ്ഡി വന്നിട്ട് 52 വീക്ക് ഹൈർ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. 1300 താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. സോ അതിനെ നോക്കിയെങ്കിൽ 6800 രൂപ. സോ അതും ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. നാറ്റ്കോവും 870 ടച്ച് ചെയ്തിരിക്കുന്നു. ഇതിൽ മെയിനായി എന്ത് ന്യൂസ് എന്ന് വെച്ചാൽ, മാഞ്ചോറയർ LLE ഡ്രഗ്സ് വന്നിട്ട് 2ാമത് ഫുൾ മന്ത് ഓപ്പറേറ്റ് ആയിരിക്കുന്നു. അവർ വന്നിട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് 60% സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നെന്ന് പറഞ്ഞു. അതുപോലത്തെ ഒബേസ് പേഷ്യൻ്റ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ലോകത്തിലെ 3ാമത് ഹയസ്റ്റ് ഒബേസ് പീപ്പിൾ വന്നിട്ട് ഇന്ത്യയിൽ തന്നെ ഇരിക്കുന്നു. ഇത് കാരണം ഞങ്ങൾക്ക് മഞ്ചാരോ സെയിൽസ് വളരെ നന്നായിരിക്കുമെന്ന് പുറകിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ആക്കോ വന്നിട്ട് മൈലൻഡ് ഓപ്പൺ ടൈപ്പ് ചെയ്ത് സെനി 2 ടൈറ്റിൻ്റെ കൂടെ വീഗോ വി പ്രോഡക്റ്റിന് നമുക്ക് ലോഞ്ച് ചെയ്യാമെന്ന് പറയുന്നു. സോ ഓവറോളായിട്ട് നോക്കിയാൽ എല്ലാം പെട്ടെന്ന് നേർത്തിയാ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ബിസിനസ് വന്ന് നാറ്റ്കോയിൽ റെവൽമെൻറ്റിന് സെയിൽസ് ഫോണിന് കൗണ്ടർ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അവർ വന്നിട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ, ഞങ്ങളെ പൈപ്പ് ലൈൻ വന്നിട്ട് ലിമിറ്റഡ് ആയിരിക്കും, പക്ഷേ റിട്ടേൺ ആൻഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് കൂടുതലായിരിക്കും എന്ന് പറയുന്നു. ഓവറോളായി നോക്കുമ്പോൾ മാർക്കറ്റ് വന്നിട്ട് RBI ഇൻഡ്യൂസ്ഡ് റാലിയിലാണ് ഇരിക്കുന്നു. നമ്മളെ പെറ്റ്സൊക്കെ പേ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാപ്പിയായി വെയിറ്റ് ചെയ്യാം. ഗോൾഡിനെ കൺസിഡർ ചെയ്യാം. ITCനെ കൺസിഡർ ചെയ്യാം. അതുപോലെ പട്ടാസ് ലിസ്റ്റിലിരിക്കുന്ന ഒരു ചില നല്ല സ്റ്റോക്സിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഈ മാർക്കറ്റ് അങ്ങനെ ഓടിപ്പോകത്തില്ല, തിരിച്ച് കയറും. കുറച്ച് പുറത്ത് കാത്തിരിക്കാം. ട്രംപ് ഇരിക്കുന്നു. ട്രംപ് ഈ സമയം കൊണ്ട് ചൈനയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ വേണമെങ്കിൽ ചൈന ശരിയല്ല എന്നും കൂടെ പറയാം ട്രംപ്. ആൻഡ് മസ്കിന് ഒപ്പം ഇരിക്കുന്ന ഫൈറ്റും ഇന്ന് തീർന്നില്ല. ഇതിൻ്റെ മുന്നേ ഒരു പാർട്ടി ഇരിക്കുന്നു. എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. പക്ഷേ ഇന്നും ഫ്രൈഡേയും നമുക്കൊരു നല്ല നേരമാണ്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധക്കാർക്കും ഷെയർ ചെയ്തു അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.